أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാകുന്നു. അവനല്ലാതെ വേറെ ദൈവമില്ല. അവൻ കൃപാനിധിയും ദയാപരനുമാകുന്നു. ഈ യാഥാർത്ഥ്യം ബോധിക്കുന്നതിന് വല്ല ദൃഷ്ടാന്തവും വേണമെന്നുണ്ടെങ്കിൽ വാനലോകത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ ഒന്നിനു പിറകെ ഒന്നായി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിലും മനുഷ്യോപയോഗത്തിനുള്ള വസ്തുക്കളുമായി നദികളിലും സമുദ്രങ്ങളിലും സഞ്ചരിക്കുന്ന കപ്പലുകളിലും അള്ളാഹു മുകളിൽ നിന്ന് വർഷിക്കുന്ന ജലത്തിലും അതുവഴി നിർജീവമായ ഭൂമിയെ സജീവമാക്കുകയും അങ്ങനെ ഭൂമിയിൽ സകലവിധ ജീവജാലങ്ങളെയും പരത്തുകയും ചെയ്യുന്നു. കാറ്റുകളെ പായിക്കുന്നതിലും ആകാശഭൂമികൾക്കിടയിൽ ആജ്ഞാനുവർത്തിയാക്കി നിർത്തിയിട്ടുള്ള മേഘങ്ങളിലുമെല്ലാം ഗ്രഹിക്കുന്ന ജനത്തിന് എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന ഒരമലായി അള്ളാഹു നമ്മുടെ ഉദ്യമത്തെ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 162 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. 163 മുതലാണ് തുടങ്ങുന്നത്. 162 വരെ സൂറത്തുൽ ബഖറ 1 മുതൽ 162 വരെ ഒരു വലിയ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് ഇനി വേറൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് ജൂതന്മാരുടെ ആ സംഭവ വികാസങ്ങൾ. അവസാനം കഴിഞ്ഞ ആയത്തിൽ വരെ നമ്മൾ പറഞ്ഞത് എന്താണ്? ജൂതന്മാർ അവരുടെ അള്ളാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ച വേദവാഹകരായി അവരെ തെരഞ്ഞെടുത്തു. സാധാരണ മുഴുജനങ്ങൾക്കും വേണ്ടി സന്മാർഗത്തിനായി നിശ്ചയിച്ച അള്ളാഹു ഇറക്കിക്കൊടുത്ത സന്മാർഗ നിർദ്ദേശങ്ങൾ അവർക്ക് അവരെ തെരഞ്ഞെടുത്തേൽപ്പിച്ചിട്ട് അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ, അവർ ചെയ്ത അള്ളാഹിനോട് ചെയ്ത നന്ദികേടുകൾ, മറച്ചു വെക്കരുത്, നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കാതെ അത് പൂഴ്ത്തി വെച്ച് മാറ്റിമറിച്ച് ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തതിന്റെ ഫലമായിട്ട് അവസാനം പറഞ്ഞു നിർത്തുന്നുണ്ട് 162 ആയത്തിൽ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപവും ജനങ്ങളുടെ ഒക്കെയും ശാപവും മലക്കുകളുടെ ശാപവും ഇത്തരം അള്ളാഹുവിന്റെ ഇറക്കിയതിനെ എക്തുമൂന മറച്ചു വെക്കുന്നവർക്ക്, അള്ളാഹു കൃത്യമായി ഇറക്കി വെച്ച ജനങ്ങളിലേക്ക് വ്യക്തമാക്കി കൊടുത്ത കാര്യത്തെ മറച്ചു വെക്കുന്നവർക്ക് ജനങ്ങളുടെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അതുപോലെ ശപിക്കുന്നവരൊക്കെ ശപിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇനി ആരെങ്കിലും നിങ്ങൾ ആ ചെയ്തിയിൽ നിന്ന് നിങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൈയും നീട്ടി ഇങ്ങനെ അത്തരക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തൗവാബായിട്ട് റഹീമായിട്ട്, അതായത് പശ്ചാത്താപം സ്വീകരിക്കാനായിട്ട് കാരുണ്യവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വാനത്തവാബുർ റഹീം. നിങ്ങൾ എന്ത് ചെയ്യണം? പക്ഷെ ആ ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നി തൗബയിലേക്ക് മടങ്ങി എന്നിട്ട് നിങ്ങൾ പിന്നെയുള്ള ജീവിതം അസ്ലഹു സംസ്കരിക്കപ്പെടണം. മാത്രമല്ല, നിങ്ങൾ മറച്ചുവെച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക്, ഭൗതികമായി അവർ ചെയ്ത തെറ്റെന്താണ്? മറച്ചുവെച്ചു എന്നുള്ള അതാണ്. ആ മറച്ചുവെച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാഹു
തൗവാബാണ്, റഹീമാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ തൗബയൊന്നും ചെയ്യാതെ അള്ളാഹ് ഒരു അവസരം കൊടുത്തു അവർക്ക്. എങ്ങനെ നിങ്ങൾക്കൊരു അവസരമുണ്ട്, ഇനി അത് ഉപയോഗപ്പെടുത്താതെ ആ ഒരു കാഫിർ ആയിക്കൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ തന്നെ മരണം വരിക്കുന്ന ഒരാൾക്ക് ഉലായിക അലൈഹിം ലാനത്തുള്ള, അള്ളാന്റെ ലാനത്തുണ്ട്, അതായത് ശാപമുണ്ട്, മലായിക്കളുടെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ, ജനങ്ങളുടെ മൊത്തം ശാപമുണ്ട്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ എന്തിനു ശപിക്കണം? അവർക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത സന്മാർഗത്തെ അവർ പിടിച്ചു വെച്ചതാണ്. ജനങ്ങൾക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചത് കൊണ്ട് ജനങ്ങളുടെ മൊത്തം ശാപം, അവർ വഴികേടിലാവാനുള്ള കാരണം എന്താണ്? ഈ പിടിച്ചു വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ആ മൊത്തം ശാപം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആ പറയുന്നത്. അവരാണെങ്കിൽ അതിൽ ശാശ്വതരാണ്. ഒരിത്തിരി ഇളവ് പോലും അല്ലാഹ് അവർക്ക് അവർക്ക് ഒരു അവസരവും പിന്നീട് നൽകപ്പെടുകയുമില്ല. ഇതും പറഞ്ഞിട്ടാണ് ഈ 162-ാമത്തെ ആയത്ത് കഴിഞ്ഞത്. ഇനി അള്ളാഹ് മറ്റൊരു കാര്യം, അതായത് ഇനി ഈ ഉത്തരവാദിത്തം ഇവരിങ്ങനെയൊക്കെ ചെയ്തു, ബനി ഇസ്രായേലരായ ജൂതന്മാരായ പുരോഹിതന്മാർ അവര് ഇന്ന തെറ്റുകളൊക്കെ ചെയ്തത് കൊണ്ട് ആ ഉത്തരവാദിത്തം ഇനി മറ്റു സമൂഹത്തിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ പോവാണ്. അതായത് മധ്യമ സമൂഹമായി അള്ളാഹ് തെരഞ്ഞെടുത്ത മുസ്ലിം സമൂഹത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോൾ ഇനിയുള്ള ഖണ്ഡികകളില് ഈ മധ്യമ സമൂഹത്തിന്, ഈ ജനങ്ങൾ മുസ്ലിങ്ങളായ നമുക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങളും അതിന് സന്മാർഗ നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഒരു കോണ്ടെക്സ്റ്റ് പറയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇനിയുള്ള ആയത്തുകൾ ഉണ്ടാവുക എന്നതിന്റെ ഒരു സൂചനയാണ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് ഈ ആയത്തിൽ പറയുന്നത് ഖാലിദീന ഇലാഹുക്കും, ഒന്നാമത്തെ ആയത്ത് തന്നെ പറയുന്നത് തൗഹീദിനെ കുറിച്ചാണ്. തൗഹീദിനെ കുറിച്ച് ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനുർ റഹീം. ഇലാഹുക്കും, ഇലാഹ് ആൻഡ്, ആയത്തിന്റെ തുടക്കം വാക്കർത്ഥത്തിലേക്ക് നോക്കുക. ആൻഡ് ഇലാഹുക്കും, ഇലാഹുക്കും, ഇലാഹു എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. വാക്കിന്റെ അർത്ഥം ആരാധ്യൻ, അതായത് ആരാധനകൾക്ക് അർഹനായവൻ, അതാണ് ആരാധ്യൻ. ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ് ആരാണ്? ഇലാഹും വാഹിദ്, ഏകദൈവമാണ്. ഏകനായ ആ റബ്ബ്, അതൊരാളാണ്, ഒന്നാണ്. ആ ദൈവമാണ് നിങ്ങളുടെ ഇലാഹ്. ലാ ഇലാഹ ഇല്ലാഹുവ, ലാ ഇല്ല ഇലാഹ, ഇലാഹില്ല, ഇല്ലാഹുവ, അവനല്ലാതെ, ഇല്ലാ അല്ലാതെ, ഹുവ അവൻ. എന്നിട്ട് അള്ളാന്റെ ആ ഒരു ഗുണങ്ങളാണ് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഹുവ, അവൻ എങ്ങനെയാണ്? അർ-റഹ്മാനാണ്, അർ-റഹീമാണ്, പരമ കാരുണ്യവാനാണ്, കരുണാവാരിധിയാണ്. അല്ലെ, സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ അർ-റഹ്മാനുർ റഹീം എന്ന് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഹുവ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണികനാണ്, കരുണാവാരിധിയാണ്. ഇവിടെ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന വാക്കിൽ തന്നെ മറ്റു ദൈവങ്ങളെ എല്ലാം നിഷേധിക്കുന്നുണ്ട്. എങ്ങനെ? ലാ ഇലാഹ, അതായത് ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന കുറേ ആരാധ്യന്മാരുണ്ടല്ലോ, പ്രതിമകളായിട്ടും മനുഷ്യ ദൈവങ്ങളായിട്ടും ഒക്കെ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. അതായത് നിങ്ങളെപ്പാ ചെയ്യുന്ന ആരാധ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ഇല്ലാത്തവരാണ്, അതൊന്നും ആരാധ്യന്മാരല്ല. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. എന്നിട്ട് എല്ലാ ദൈവങ്ങളെയും അങ്ങ് നിഷേധിച്ചിട്ട് അള്ളാഹ് പറയണ ഇല്ലല്ലാ, ഇല്ലാഹുവ, അതായത് ഇല്ലല്ലാ എന്നുള്ള ഇവിടെ ഇല്ലാഹുവ, അള്ളാഹു അല്ല എന്ന് പറയുമ്പോ ആ എല്ലാ ആരാധനമാരും തച്ചുടച്ച് ഇല്ല എന്ന് നെഗേറ്റ് ചെയ്ത് നിഷേധിച്ച് ഒറ്റ ഒരു ദൈവമാണ് അതിന്റെ ഇടയിൽ നിന്ന് ഇല്ലല്ലാ എന്ന് പറയുമ്പോ അവിടെ ഒറ്റയാനായിട്ട് എഴുന്നേൽക്കുകയാണ്. അതായത് ആ മറ്റു ആരാധ്യന്മാരൊക്കെ ഇല്ലാതാക്കിയിട്ട് ഒറ്റയാനായ റബ്ബ് മാത്രാണ് ആരാധിക്കാൻ അർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാ, ഇല്ലാഹുവ എന്ന വാക്ക്. അർ-റഹ്മാൻ റഹീമിന്റെ വിശദീകരണം ഞാൻ പറയാം. എന്തുകൊണ്ട് അള്ളാഹ് അർ-റഹ്മാനാണ്, അർ-റഹീമാണ്? അള്ളാഹ്ക്ക് ഒരുപാട് സിഫത്തുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് സിഫത്തുകളുണ്ട്. 99 നെയിംസ് പ്രധാനപ്പെട്ടായിട്ട് പറയുന്ന അങ്ങനെയാണ്. അപ്പൊ അതിൽ എന്തുകൊണ്ട് അർ-റഹ്മാൻ അർ-റഹീം ഇവിടെ തെരഞ്ഞെടുത്തു എന്നുള്ളത് പ്രസക്താണ്. ഒരു ഖുറാനിലെ ഏതൊരു ആയത്തെടുത്താലും അവസാനം നമുക്ക് ഇതുപോലെ അള്ളാഹിന്റെ സിഫത്തുകൾ പറഞ്ഞിട്ടാണ് നിർത്താറ്. അൽ അലീമുൽ ഹക്കീമുൽ അസീസ്, അലീം അല്ലെ. പക്ഷെ ആ സിഫത്ത് 99 സിഫാത്തുകളിൽ എന്തുകൊണ്ട് ആ സിഫാത്തിനെ മാത്രം തെരഞ്ഞെടുത്ത് ആ ആയത്തിന്റെ അവസാനം കൊണ്ടേ വെച്ചു എന്നുള്ളതിന്റെ ഒരു യുക്തി അവിടെ ഉണ്ടാവും. അവിടെ ഒരു ലോജിക്ക്, അള്ളാന്റെ ഹിക്മത്ത് അവിടെ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ ആ ആയത്തിലെ സംഭവ വികാസങ്ങളുമായി കണക്ട് ചെയ്യുമ്പോഴാണ് അള്ളാന്റെ ഈ സിഫത്തിന് നമുക്ക് കണക്ഷൻ കിട്ടുക.
എല്ലാ ആയത്തും അങ്ങനെ പഠിക്കണം. ആ രീതിയിൽ പഠിച്ചാലാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ എല്ലാ ആയത്തും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സിഫാത്ത് കൊടുത്ത് നിർത്തുന്നതല്ല. എല്ലാ അറബി വാക്കിന്റെ, ഖുറാനിലെ ഓരോ വാക്കിന്റെയും ആ സ്ഥലം അടക്കം ഓരോ ആയത്ത്, ഇപ്പൊ മൂസാ നബിനെ കുറിച്ച് എന്തോരം സ്ഥലങ്ങളിൽ പറഞ്ഞു തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെതറിക്കിടക്കുകയാണ് ഈ മൂസാ നബീന്റെ കഥ. വലഖദ് ആതൈനാ മൂസ വലഖദ് അർസൽനാ മൂസ ബി സുൽത്താൻ ബിൽ ബയ്യിനാത്ത് ബിൽ കിതാബ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോന്ന് അങ്ങ് കൊണ്ടുപോയി വെക്കുന്ന അതിനൊരു അള്ളാഹ്ക്കൊരു യുക്തി ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏത്. ഇപ്പൊ ഇവിടെ ഞാൻ അടുത്തത് പറയുന്നു, ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് പറയുമ്പോ ഈ അതിന് വിശദീകരണം പിന്നെ പറയാം, ഇനി അവസാനം പറയാട്ടോ. പിന്നെ അടുത്ത ആയത്ത് കൂടി പറഞ്ഞിട്ട്, അത് വലിയൊരു ആയത്താണ്. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ഇതിലെ അള്ളാഹ് പ്രാപഞ്ചിക രഹസ്യങ്ങളിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ പറയണം മനുഷ്യരോട്. അള്ളാഹിനെ നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ പ്രപഞ്ചത്തിലേക്ക്, ഓരോ പ്രതിഭാസങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് കുറെ പ്രപഞ്ച പ്രതിഭാസങ്ങളെ എടുത്തു പറയുന്ന ഒരായത്താണിത്. ഓക്കെ. ഇന്ന ഫി ഖൽഖിസ് സമാവ, അതായത് വാനലോകത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിയിലും, അതായത് ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർദ്, രാപ്പകലുകൾ ഒന്നിനു പിറകെ ഒന്നായി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിലും, അതായത് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, മനുഷ്യോപയോഗത്തിനുള്ള വസ്തുക്കളുമായി നദികളിലും സമുദ്രങ്ങളിലും സഞ്ചരിക്കുന്ന കപ്പലുകളിലും, അതായത് വൽഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉ നാസ, അള്ളാഹു മുകളിൽ നിന്ന് വർഷിക്കുന്ന ജലത്തിലും, അതായത് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ, അതുവഴി നിർജീവമായ ഭൂമിയെ സജീവമാക്കുകയും, ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, ഭൂമിയിൽ സകലവിധ ജീവജാലങ്ങളെയും പരത്തുകയും ചെയ്യുന്നു. അതായത് വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ, അടുത്ത പ്രതിഭാസം കാറ്റുകളെ പായിക്കുന്നതിലും, അതായത് വതസ്രീഫിർ റിയാഹ്, റിയാഹ് എന്നാണ് കാറ്റുകൾ, ആകാശഭൂമികൾക്കിടയിൽ ആജ്ഞാനുവർത്തിയാക്കി നിർത്തിയിട്ടുള്ള മേഘങ്ങളിലും, അതായത് വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദി ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, തീർച്ചയായും ചിന്തിക്കുന്ന ജനത്തിന്, ഗ്രഹിക്കുന്ന ജനത്തിന് ഒരുപാട് ആയാത്തുകളുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. ഇനി വാക്കർത്ഥത്തിലേക്ക് പോവാം. ഇന്ന, തീർച്ചയായും, ഫീ ഖൽഖ്, ഫീ ഇൽ, ഖൽഖ് സൃഷ്ടി അല്ലെ, ഖലഖ സൃഷ്ടിച്ചു, ഖൽഖ് സൃഷ്ടിപ്പ് അല്ലെ, ഖൽഖ് സൃഷ്ടി, ഖലഖ സൃഷ്ടിച്ചു, ഖൽഖ് സൃഷ്ടി. ഇന്ന ഫീ ഖൽഖ് സൃഷ്ടിപ്പ് എന്തിന്റെ സൃഷ്ടിപ്പിൽ, അസമാവാത്ത് ആകാശങ്ങൾ, സമാഇന്റെ പ്ലൂരലാണ് സമാവാത്ത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി, ഭൂമിയുടെയും, വ ആൻഡ് അൽ അർദ് ഭൂമി, ഭൂമിയുടെയും ആകാശങ്ങളുടെയും സൃഷ്ടിപ്പിൽ തീർച്ചയായും ഉണ്ട് അല്ലെ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, സൃഷ്ടിപ്പിൽ എന്തുണ്ട്, ദൃഷ്ടാന്തം ഉണ്ടെന്ന് അവസാനം പറയും, ആയാത്തെന്ന് ലാസ്റ്റാ പറയാ, ഉണ്ട്. വഖ്തിലാഫ്, ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ മാറി മറിയ, ഇഖ്തിലാഫ്, ഇഖ്തലഫ യഖ്തലിഫു അല്ലെ, മാറി മറിയ, അങ്ങനെ മാറി വരുന്നില്ല രാവും പകലും. ലൈലും വന്നഹാറും, ലൈല് രാത്രി, വ ആൻഡ് അന്നഹാർ പകൽ. അപ്പൊ രാത്രിയും രാവിലെയും മാറി വരുന്ന ആ പ്രതിഭാസത്തിലും ഉണ്ട്. എന്തുണ്ട്, ലആയാത്തിൽ, അവസാനം പറയൂട്ടോ, ലആയാത്ത്. അപ്പൊ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രണ്ടാമത്തേത് രാത്രിയും പകലും മാറിമറിയുന്നതിൽ, മൂന്നാമത്തത് വ ആൻഡ് അൽ ഫുൽക്ക്, ഫുൽക്ക് എന്ന് പറഞ്ഞ കപ്പൽ, കപ്പൽ ഫുൽക്കിൽ ലത്തി, ഫുൽക്ക് എങ്ങനെയുള്ള കപ്പലാണ്, അല്ലത്തി എങ്ങനെയുള്ള, അല്ലത്തി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുള്ള ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലത്തി എന്ന് പറയുന്നത് നമ്മള് മെയിലിന് ഉപയോഗിക്കും. മെയിൽ വാക്കിന് ഫീമെയിൽ ജെൻഡറിന് വരുമ്പോൾ അല്ലത്തി എന്ന് പറയാം. ഫുൽക്ക് അല്ലത്തി ഫീമെയിൽ ആയിരിക്കാം, അതുകൊണ്ടാണത് അല്ലത്തി എന്ന് വന്നത്. അല്ലത്തി എങ്ങനെയുള്ള, തജ്രി അത് സഞ്ചരിക്കുന്നു, അവിടെ കണ്ടോ, തജ്രി തായും ഈ ഫീമെയിൽ ഫെമിനൈൻ ജെൻഡറിന് ഉള്ളതാണ് കേട്ടോ. മുഅന്നസിന് തജ്രി ത, അല്ലെങ്കിൽ യജ്രി എന്നാ പറയാ. അല്ലതി യജ്രി എന്ന് പറയും മെയിൽ ആണെങ്കിൽ. ഇത് അല്ലത്തി തജ്രി, എങ്ങനെ സഞ്ചരിക്കുന്നു, അത് സഞ്ചരിക്കുന്നു. ജറ യജ്രി, യജ്രി സഞ്ചരിക്കുന്നു. ഫി അൽ ബഹർ,
ഫി എന്ന് പറഞ്ഞ ഇൻ, ബഹർ നദി, സമുദ്രത്തിൽ സഞ്ചരിക്കുന്നു. ഫിൽ ബഹരി എന്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്? കുറെ സാധനങ്ങൾ അല്ലെ, പല ചരക്കുകൾ കൊണ്ട് സഞ്ചരിക്കുന്ന കപ്പലാണ്. ഇതില് ബിമാ യംഫഉന്നാസ, ബി കൊണ്ട്, മാ എന്താണോ, യംഫഉ നഫഅ അല്ലെ, നഫഅ യംഫഉ, ഇത് വാക്ക് ഇത് ഓർത്തു വെക്കാനുള്ള എളുപ്പമായിട്ടുള്ള ഒരു ദുആ ഉണ്ടല്ലോ അല്ലെ, റബ്ബ് ഇൽമുൻ നാഫിയ എന്ന് പറയുന്ന ദുആല്ലേ, റബ്ബി സിദ്നി ഇൽമുൻ നാഫിയ, അങ്ങനെ ഒരു ദുആ ഉണ്ട്. ഉപകാരപ്രദമായ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് പിന്നെ ഈ മരണശേഷം ബാക്കിയാകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ഇൽമുൻ നാഫിയ, ഉപകാരപ്രദമായ അറിവ്. അപ്പൊ ആ ഉപകാരപ്രദം എന്നുള്ള നാഫിയ എന്നുള്ള വാക്കൊക്കെ യംഫഉ, നഫഅ, യംഫഉ എന്ന് വരുന്നതാണ്. ബിമാ യംഫഉ, അപ്പൊ മാ എന്തുകൊണ്ടാണ്, യംഫഉ ഉപകാരപ്പെടുന്നു, നാസ ജനങ്ങൾക്ക്. അപ്പൊ ജനങ്ങൾക്ക്, ജനങ്ങൾ ട്ടോ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തൊക്കെയാണോ അതും കൊണ്ടൊക്കെ കപ്പൽ, നദിയിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ വെറുതെ അള്ളാഹു ഓരോ കാര്യം പറയുമ്പോഴും വെറുതെ ഒരു ഫുൽക്കിൽ, കപ്പലിൽ ദൃഷ്ടാന്തമുണ്ട് എന്നല്ല പറയുന്നത്. നമ്മളോട് കുറച്ചും കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന, അത്രയും വെയിറ്റ്, ഭാരം വഹിച്ച് നദിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ നമുക്ക് ഒരു മരക്കഷ്ണം നദിയിലിട്ട് പൊന്തിക്കെടുക്കുന്നുള്ളതിന് വലിയ അത്ഭുതം തോന്നാറില്ല അല്ലെ. അതൊരു ലൈറ്റ് വെയിറ്റ് സാധനം, അല്ലെങ്കിൽ ഒരു ഇല, ഒരു ഡ്രൈ ലീഫ്, അതിങ്ങനെ വെള്ളത്തിന് മേലെ പൊന്തിക്കെടുക്കുക നമുക്കൊന്നും തോന്നൂല. നേരെ മറിച്ച് ഒരു കനമുള്ള സാധനം, നമ്മളൊരു പെട്ടിയിൽ ഒരു വലിയ നിറയെ സാധനം നിറച്ചിട്ട് അത് അങ്ങ് വെള്ളത്തിടുമ്പോ പൊന്തി നിൽക്കുക എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അതെന്ത് ഇത്രയും കനമുള്ള സാധനം. അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പൽ അത്രയും സാധനങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ വഹിച്ചുകൊണ്ട് നദിയിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ, താഴാതെ സഞ്ചരിക്കുന്ന കപ്പലിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നോക്കൂ ഇനി അടുത്തത്, വമാ അൻസലല്ലാഹു, വ ആൻഡ് മാ എന്താണോ, അൻസല ഇറക്കി, അല്ലാഹു ഇറക്കിയത്. എന്തിറക്കിയത്? മിനസ്സമായി ആകാശത്ത് നിന്ന്, മിൻ ഫ്രം, അസമ ആകാശം, അസമാന്റെ പ്ലൂറലാണ് ആദ്യം പറഞ്ഞ സമാവാത്ത് ട്ടോ, സമാവാത്ത്. അപ്പൊ സമായിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയ, മിമ്മാഇൻ ജലത്തിൽ, വെള്ളത്തിലും നിങ്ങൾക്ക് എന്തുണ്ട്? ആയാത്തുണ്ട്. അവസാനം പറയും അല്ലെ, ആയാത്ത് എന്ന് പറയും. അപ്പൊ അത് അടുത്ത പ്രതിഭാസം, ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കുന്ന ആ മാഇൽ, വെള്ളത്തിൽ ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അള്ളാഹ് പറയാണ്, അത് കഴിഞ്ഞിട്ടുള്ള പ്രതിഭാസത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കൂ. ഫാഹിയാ ബിഹിൽ അർദ ബഅദ മൗതിഹ, എന്നിട്ട് ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് അഹ്യാ ജീവിപ്പിക്കുന്നു. ഹയാത്ത് അറിയില്ലേ, ഹയാത്ത് എന്ന് പറഞ്ഞ ജീവിതം, അഹ്യാ അതിന്റെ വെർബാണ്, ജീവിപ്പിക്കുന്നു, ജീവിപ്പിച്ചു. അഹ്യാ യുഹ്യി ല്ലേ, അഹ്യാ ജീവിപ്പിച്ചു, ബിഹി അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ കൊണ്ട്, ആകാശത്ത് നിന്ന് ആ വെള്ളം കൊണ്ട്, ബി കൊണ്ട്, ഹി അത്. അപ്പൊ അതെന്ന് പറഞ്ഞ ഇവിടെ ആ കൊണ്ട് അള്ളാഹു അൽ അർദ ഭൂമിയെ ജീവിപ്പിച്ചു അല്ലെ, അർദ ഭൂമിയെ അള്ളാഹു ജീവിപ്പിച്ചു. എപ്പോ? ബഅദ ശേഷം, മൗതിഹ അതിന്റെ മരണത്തിന് ശേഷം. മൗത്ത് എന്ന് പറഞ്ഞ മരണം, മൗത്തും ഹയാത്തും എന്ന് പറഞ്ഞ പാട്ടൊക്കെ അല്ലെ, മൗത്ത് മരണം, ഹയാത്ത് ജീവിതം, മൗത്ത് അതിന്റെ ജീവിതം. ഇവിടെ ഹ എന്ന് പറയാൻ ആരെയാണ് പറയുന്നത്? അർദ്ദിനെയാണ്. ഭൂമി ഫീമെയിൽ ആണ്. ഈ പ്രകൃതിയിലുള്ള ഒരുവിധം വസ്തുക്കളും, മല അല്ലെ, ഭൂമി, ആകാശം, ഇതൊക്കെ അധികം ഫീമെയിൽ ജെൻഡർ ആയിട്ടാണ് ഉണ്ടാവുക അറബിയിൽ. അപ്പോ അർദ ഭൂമിയിലെ മൗത്തി ഹ എന്ന് നീട്ടാൻ അതാണ് കാരണം. ഹ എന്ന് പറഞ്ഞാൽ ശരിക്കും അവളുടെ എന്നാണ് അല്ലെ, സ്ത്രീലിംഗം. അപ്പൊ ഇവിടെ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്, അർദ് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹ എന്ന് പറഞ്ഞു. മൗത്തി ഹ അതിന്റെ മരണത്തിന് ശേഷം. എന്താണ് ഈ അതിന്റെ മരണം എന്ന് പറയുന്നത്? ഭൂമി വെള്ളമില്ലാതെ കുറെ കാലം കിടന്നാലും നിർജീവമായി പോകും, ജീവനില്ലാത്ത, അതിനാണ് ഇവിടെ മരണം, മൗത്ത് എന്ന് പറഞ്ഞത്. നിർജീവമാകുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഈ പാടൊക്കെ കണ്ടിട്ടില്ല, ഉണങ്ങി വരണ്ട് ഇങ്ങനെ വിണ്ട് പോകുന്നൊരവസ്ഥ. ഒട്ടും ജീവൻ അതിനുള്ളിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഊഷര ഭൂമി, അതായത് വെറും ഒരു തരിശു ഭൂമിയായിട്ട് അത് മാറിപ്പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ഭൂമിയാണ് പെട്ടെന്നൊരു മഴ വരുമ്പോ ജീവൻ വെപ്പിക്കുന്ന അള്ളാഹ്, ജീവനായിട്ട് ഇങ്ങനെ നല്ല പുഷ്ടിയുള്ള രീതിയിൽ സസ്യങ്ങൾ, ആ ജീവനുള്ള സാധനം പൊന്തി മുളച്ചിങ്ങി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ചു. അപ്പൊ അള്ളാഹ് പറയാണ്, വെറും ഒരു ആകാശത്ത് നിറങ്ങുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് പിന്നെ ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. എന്നിട്ട് അള്ളാഹ് ഭൂമിയിൽ ഉണങ്ങി വരുന്ന നിർജീവമായ ഭൂമിയിൽ നിന്ന് ഭൂമിയെ ജീവിപ്പിക്കുന്ന ആ പ്രതിഭാസം ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്.
എന്നിട്ടോ വബസ്സ ഫീഹ മിൻ കുല്ലി ദാബ. ആൻഡ് ബസ്സ അവൻ പരത്തി, ഭൂമിയിൽ മൊത്തം പരത്തുന്നതിനാ പറയുന്നത്. ബസ്സ പരത്തി, ബസ്സ യബുസ്സു, ഫീഹ അതിൽ, അതായത് ആ ഭൂമിയിൽ കേട്ടോ. ഈ മഴവെള്ളം വർഷിച്ചിട്ട് ആ ഭൂമിയിൽ അന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെടികളൊക്കെ വളർന്നിട്ട്, അത് മാത്രല്ല വളരുന്നത്, ചെടി മാത്രല്ല ഭൂമിയിൽ ഉണ്ടായ വെള്ളം കാരണം. ആ ഭൂമിയിൽ ഫീഹ അതിൽ മിൻ കുല്ലി ദാബ, മിൻ ഫ്രം, കുല്ല് എല്ലാ, ദാബ എന്ന് പറഞ്ഞ ജീവികൾക്കാണ് പറയാ, ജീവികൾ, ദാബത്ത്. ദാബത്ത് ഖുറാനിൽ ഒരുപാട് തവണ ഉപയോഗിച്ച വാക്കാണ് ദാബത്ത്. ഈ ജീവികൾ, എല്ലാതരം ജീവികളും അല്ലെ, ഒരു ജീവി അനങ്ങുന്നത് പോലെ അള്ളാഹ് അറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആയത്തുകളുണ്ട് ദാബത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള. അപ്പൊ വബസ്സ ഫീഹ അതിൽ പരത്തി, ബസ്സ എന്നുള്ള പുതിയ വാക്കാണ് കേട്ടോ, പരത്തി, മിൻ കുല്ലി ദാബ എല്ലാ ദാബത്തുകളും, എല്ലാ തരം ജീവികളും എന്നിട്ട് പരത്തി. അപ്പൊ ഈ ഒരു ആയത്തുണ്ടല്ലോ, ഏത് ഇവിടെ മുതൽ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ, അവിടെ മുതൽ ഒരു സെന്റൻസ് ആണ്. അതായത് അള്ളാഹു ഇറക്കി, ആ ഇറക്കിയ വെള്ളത്തിൽ നിങ്ങൾക്ക്, വെള്ളത്തെ, ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കി, എന്നിട്ട് ഇറക്കിയിട്ട് അഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ നിർജീവമായ ഭൂമിയെ ജീവിപ്പിച്ചു. എന്നിട്ട് വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ ആ ഭൂമിയിൽ എല്ലാ ജീവികളെയും അള്ളാഹു പരത്തി. ഇതിന്റെ ഒക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്, എല്ലാ ജീവന്റെയും ഉത്ഭവം എവിടുന്നാണ്? വെള്ളത്തിൽ നിന്നാണെന്ന് പറയാറില്ലേ? വെള്ളം ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു ജീവിക്കും പറ്റില്ല. ജീവൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായത് വെള്ളം എന്നുള്ള. അപ്പൊ ഈ ഒരു ഇത് ആലോചിച്ച് നോക്കും, എല്ലാ ജീവികളെയും അള്ളാഹ് ഭൂമിയിൽ പരത്തി. ആ ആകാശത്ത് നിന്നുള്ള ആ മാഇന്റെ ഒരു വില നിങ്ങൾ ആലോചിച്ചു, വെള്ളം. ഇനി അടുത്ത പ്രതിഭാസം തസ്രീഫ് റിയാഹ്. റിയാഹ്, റീഹ് എന്ന് പറഞ്ഞ കാറ്റ്, റിയാഹ് കാറ്റുകൾ. തസ്രീഫ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വിടുക, വേണ്ട സ്ഥലത്തേക്ക് ഒരു കാറ്റ്, എയർ മൂവ്മെന്റ് ഓഫ് ദി എയർ അല്ലെ, എയർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാറ്റുകളെ ഇങ്ങനെ തിരിച്ചു വിടുക, അല്ല ഓരോരോ സ്ഥലത്തേക്ക് ഓരോരോ കാറ്റുകൾ അങ്ങോട്ടേക്കുന്നു ഇങ്ങോട്ടേക്ക്. അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തം. കാറ്റുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തോരം ഹിക്മത്താണ് അതിലുള്ളത്. നമുക്ക് അതിനെപ്പറ്റി, നമ്മൾ ശരിക്കും സാധാരണ കാറ്റ്, അത് ചില കാറ്റുകൾ നമുക്ക് ശല്യമാവാറുണ്ടല്ലോ, പക്ഷെ അതിലൊക്കെ എന്തോരം ഹിക്മത്ത്. പക്ഷെ എസ്പെഷ്യലി ഖത്തറിലൊക്കെ ചില കാറ്റുകൾ ഭയങ്കര കാറ്റാണ്. അപ്പൊ ഈ ഒരു ജോഗ്രഫിക്ക് അനുയോജ്യമായ കാറ്റ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അത്തരത്തിലുള്ള കാറ്റ് ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ എന്തുകൊണ്ട് വരുന്നു? ഈത്തപ്പഴങ്ങളൊക്കെ ഇതല്ലേ, ചൂട് കാറ്റാണ് എന്നൊക്കെ പറയാറുണ്ട്. പഴുക്കാനും ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ചൂടുള്ള കാറ്റുകൾ ആവശ്യമാണ് എന്നൊക്കെ പറയലുണ്ട്. അപ്പൊ അള്ളാഹു ആലം, അത് ഓരോ കാറ്റിന്റെ ഉദ്ദേശങ്ങളും, കാറ്റിന്റെ സ്ട്രെങ്ത്, കുറഞ്ഞത് കൂടിയത്, മഴയും കാറ്റും ഒരുമിച്ച്, അള്ളാഹു ആലം. എന്തോരാണ് കാറ്റുകളെ പറ്റി പഠിക്കാൻ ഒരുപാട് ദൃഷ്ടാന്തമുള്ള കാര്യമാണ് ഈ തസ്രീഫ് റിയാഹ്, കാറ്റുകളെ തിരിച്ചുവിടുന്നതിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. ഇനി അടുത്തത് റിയാഹ് എന്ന് പറഞ്ഞ കാറ്റ് കേട്ടോ, വാക്കർത്ഥം ശ്രദ്ധിച്ചോളൂ. റിയാഹ് കാറ്റുകൾ. റീഹാണ് ശരിക്കും കാറ്റിന്റെ വാക്ക്, അതിന്റെ പ്ലൂറലാണ് റിയാഹ്. തസ്രീഫ് എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുക, സറഫ യസ്രിഫു എന്നാണ് തോന്നുന്നത് അതിൻ്റെത്, നോക്കണം തസ്രീഫ് എന്നുള്ളതിന്റെ മറ്റ് രൂപങ്ങൾ. സഹാബിൽ മുസഖർ, അടുത്ത പ്രതിഭാസം സഹാബ്. സഹാബ് എന്ന് പറഞ്ഞാൽ ക്ലൗഡ്, മേഘം. ആൻഡ് സഹാബ് മേഘങ്ങൾ. അൽ മുസഖർ, ആ മുസഖർ എന്ന് പറയുന്നതിൽ വളരെയധികം യുക്തി ഉണ്ട്. വെറും സഹാബ് എന്ന് പറയുന്ന നല്ല നിർത്തിയിട്ടില്ല. മുസഖർ എന്ന് പറഞ്ഞാല് കീഴടക്കപ്പെട്ട അല്ലെങ്കിൽ അധീനപ്പെടുത്തപ്പെട്ട. അതായത് ഈ മേഘം എങ്ങനത്തെ മേഘാണ്? അള്ളാന്റെ വിധിക്ക് അടിമപ്പെട്ട മേഘമാണ്. അള്ള പറയുന്നിടത്തിൽ മാത്രം പോകുന്ന മേഘമാണ് അല്ലെ. സഹാബുൽ മുസഖർ, അധീനപ്പെടുത്തപ്പെട്ട ഇതാണ്, മേഘമാണ്. ഇത് ഖുറാനിൽ ഒരുപാട് ഉപയോഗിച്ച വാക്കാണ്. സഹറലക്കും, സഹറലക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. സഹറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കീഴ്പ്പെടുത്തി തന്നു നിങ്ങൾക്ക്. സൂറത്ത് യാസീനിലൊക്കെ ഉണ്ട് നമുക്ക് തോന്നുന്നു അല്ലെ. തജ്രിയിൽ മുസ്തഖറില്ല, സഹറ എന്നുള്ള അത് കുറെ സ്ഥലത്ത് കാണാം. അതായത് അധീനപ്പെടുത്തി എന്നാണ്. അപ്പൊ ഇവിടെ സഹാബുൽ മുസഖർ എന്നാ പറഞ്ഞത്. അധീനപ്പെടുത്തപ്പെട്ട മേഘത്തിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ പിന്നെ മുസഖർ, സഹാബ്, മേഘത്തിന്റെ ഈ അധീനപ്പെടുത്തപ്പെട്ട മേഘം എന്താന്ന് വെച്ചാൽ ബൈന സമാഇ വൽ അർദി എന്നാണ്. ആകാശ ഭൂമികൾക്കിടയിൽ അധീനപ്പെടുത്തപ്പെട്ട സഹാബാണ്. ബൈന ഇടയിൽ, അസമാ ആകാശത്തിന്റെ, വൽ അർദ് ഭൂമിയുടെയും ഇടയിൽ. ബൈന എന്ന് പറഞ്ഞ ഇടയിൽ കേട്ടോ, ഇടയിൽ, ബിറ്റ്വീൻ. ബൈന സമാ ആകാശം, വൽ അർദ് ഭൂമി, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ
അധീനപ്പെടുത്തപ്പെട്ട സഹാബ് മേഘത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അവസാനം അല്ല ആയത്തിന് എന്തോരം ദൃഷ്ടാന്തങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞില്ല ആയാത്ത്. ഈ കാര്യം ഉണ്ടല്ലോ മേലെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അതിലൊക്കെ എന്തില്ല ആയാത്ത്, തീർച്ചയായും. ഇവിടെ ല എന്നുള്ളത് ഷുവർലി എന്നുള്ളതാണ്. ഇന്ന എന്നൊക്കെ ഉള്ളതിനെ ല ല ല എന്നുള്ളത് പിന്നെ രണ്ടു തരത്തിൽ ഖുർആനിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ലഹു എന്നൊക്കെ പറഞ്ഞാല് അവന് എന്നാണ്. ലഹ അവൾക്ക്, ലഹും അവർക്ക് എന്നുള്ള ക്ക് എന്നുള്ളത് പറയുന്നത് ല വെച്ച് പറയുമ്പോഴാണ്. അതുപോലെ ഈ ല എന്ന് പറയുന്നത് തൗക്കീദിന്റെ ലായാണ്, ഉറപ്പിക്കുക. ഉറപ്പിച്ചില്ല, തീർച്ചയായും. ആയാത്ത്, ആയത്തിന്റെ പ്ലൂറലാണ് ആയാത്ത്. ഈ ആയത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ട്ടോ. അടയാളം, ഇപ്പൊ ഖുറാനിലെ സൂറത്തുകളെ ഈ വേഴ്സസിന് അല്ലെ ആയത്ത് എന്നാ പറയാറ്. അപ്പൊ അതുപോലെ കുറെ രണ്ടു മൂന്ന് അർത്ഥം ഈ ആയത്തിനുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ആയത്ത് എന്ന് പറയുന്നത് ദൃഷ്ടാന്തം എന്നുള്ള അടയാളം, ദൃഷ്ടാന്തം എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ളതാണ്. അല്ലാതെ ഖുറാനിലെ ആയത്ത് എന്നുള്ളതല്ല. അത് എന്തുകൊണ്ട് അത് ആയത്ത് ഖുറാനിലെ ആയത്തിനും മറ്റീനൊക്കെ ഉപയോഗിച്ചു എന്നുള്ള വിശദീകരണത്തിൽ പറഞ്ഞുതരാം. ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ ലി ആർക്ക്, ലി എന്ന് പറഞ്ഞ ടു ഖൗം ജനത, യഖിലൂൻ ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. യഖിലൂൻ എന്ന വാക്ക് വരുന്നത് അഖലാണ്. അഖൽ എന്ന് പറഞ്ഞ ബുദ്ധി എന്നാണ്. അഖൽ എന്ന് പറഞ്ഞ നിനക്കെന്താ അക്കലില്ലേന്ന് ചോദിക്കാറുണ്ട് നമ്മളല്ലേ. അക്കലില്ലേ, അക്കൽ എന്ന് പറഞ്ഞ ബുദ്ധി ഇല്ലേന്ന്. അപ്പൊ അക്കല് എന്നുള്ള ബുദ്ധി. അപ്പൊ യാക്കലൂൻ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നു. അക്കൽ അക്കല യാക്കലു. നോക്കട്ടെ, 162 63-ാമത്തെ ആയത്തിൽ യാക്കലു എന്നുള്ള വാക്ക് വരുന്നത് അക്കല് എന്നുള്ളതാണ്. അക്കല് എന്നുള്ളതിന്റെ യാക്കിലു, അക്കൽ അക്കല യാക്കിലു എന്നാണ്. അക്കല യാക്കിലു. അപ്പൊ യാക്കിലൂന അവർ ചിന്തിക്കുന്നു, അവർ ചിന്തിക്കുന്നു. അപ്പൊ അതായത് ലി കൗമി യാക്കിലു എന്ന് പറഞ്ഞാല് ചിന്തിക്കുന്ന ജനത എന്നർത്ഥം. അപ്പൊ ലി ടു കൗം ജനത യാക്കിലും ചിന്തിക്കുന്നു. അപ്പൊ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ഈ ആയത്ത് വലിയൊരു ആയത്താണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ ഈ ആയത്ത് ഒന്നുകൂടി പറഞ്ഞു നോക്കൂ തുടക്കം മുതൽ. ഈ ആയത്തിന്റെ നിങ്ങൾ പഠിക്കാൻ സ്റ്റഡി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് വിരൽ വെച്ചിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് ആയത്തിന്റെ അർത്ഥത്തിലൂടെ, അതായത് ഖുർആനിലൂടെ അർത്ഥത്തിലൂടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടോ. ഇന്ന ഫീ, ഇന്ന തീർച്ചയായും, ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അർദ് ഭൂമി, സമാവാത്ത് ആകാശങ്ങൾ, ഖൽഖ് സൃഷ്ടിപ്പ്. ഇപ്പൊ ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ആകാശ ഭൂമി, ഭൂമിന്റെയും ആകാശങ്ങളുടെയും സൃഷ്ടിപ്പിൽ തീർച്ചയായും. വാ ആൻഡ് ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഇത് കണക്ട് ചെയ്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം കിട്ടുള്ളൂ. വെറുതെ ഒരു വാക്കെടുത്ത് മെമ്മറൈസ് ചെയ്യുന്ന ഏജ് ഒക്കെ നമ്മൾ കഴിഞ്ഞു പോയത് കൊണ്ട് ഖുർആൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും അർത്ഥം പഠിക്കേണ്ടത്. കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ അർത്ഥം ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ മാറി മറിയ, ഇല്ലതി ലൈല് രാത്രി, വന്നഹാർ പകല്. ഇപ്പൊ നഹാറും പകലും, നഹാറും ലൈലും മാറി മറിയുന്നതിൽ. വ ആൻഡ് അൽ ഫുൽക്ക് കപ്പലിലുണ്ട്. എങ്ങനെയുള്ള കപ്പൽ? അല്ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ, അത് എങ്ങനെ തജ്രി, അത് ചലിക്കുന്നു, ഫിൽ ബഹർ സമുദ്രത്തിൽ, ബി കൊണ്ട്, മാ എന്താണോ, യൻഫഉൻ നാസ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ സഞ്ചരിക്കുന്ന കപ്പലിലുമുണ്ട്. വമാ അടുത്തത് വാ ആൻഡ് മാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കി അതിൽ. എന്നിട്ട് എന്താണ്? ഫഅഹ്യാ ബിഹി അതുകൊണ്ട് ജീവിപ്പിച്ചു, അലർദ ഭൂമിയെ, ബഅദ മൗതിഹ അതിന്റെ മരണത്തിന് ശേഷം. എന്നിട്ട് വാ ആൻഡ് ബസ്സ പരത്തി, ഫീഹ അതിൽ, അതായത് ഭൂമിയിൽ, മിൻ കുല്ലി ദാബ എല്ലാ ജീവികളും, കുല്ലി എല്ലാ, ദാബത്ത് ജീവികൾ. ഇനി അടുത്തത് വാ ആൻഡ് തസ്രീഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചുവിടുക. റിയാഹ്, അപ്പൊ നമുക്ക് തസ്രീഫിന്റെ അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ അടുത്ത വാക്ക് നോക്കിയാൽ മതി. റിയാഹ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അപ്പൊ കാറ്റ് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ തിരിച്ചു മറിച്ചു പോകുന്ന സാധനം. അപ്പൊ തസ്രീഫ് എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുക. റിയാഹ് കാറ്റുകളെ തിരിച്ചുവിടുന്നതിലും ഉണ്ട്. സഹാബ്, സഹാബ് എന്നുള്ള ക്ലൗഡ്സ്, ക്ലൗഡ്സിന്റെ ക്ലൗഡ് മുസഹർ അധീനമാക്കപ്പെട്ട അല്ലെങ്കിൽ കീഴ്പ്പെടുത്തപ്പെട്ട സഹാബിലുമുണ്ട്. ബൈനസമായി അത് ഏതിന്റെ ഇടയിലാണ് സഹാബ് നിൽക്കുന്നത്? ആകാശത്തിന് ഭൂമിന്റെ ഇടയിലാണ് ഇതിന്റെ നിലനിൽപ്പിട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭൂമി താഴെ ആകാശം മേലെ, അതിന്റെ ഇടയിലാണ് ഈ ക്ലൗഡിനെ അള്ളാഹു ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അത് ആകാശത്തിന് മേലൊക്കെ അങ്ങ് പൊന്തി പോകുന്നില്ലല്ലോ. ആലോചിച്ച് നോക്കുക, മേലൊക്കെ അങ്ങോട്ട് നമ്മളെ എന്താ പറയാ പാരച്യൂട്ടൊക്കെ പോകുന്ന പോലെ അത് അങ്ങനെ അങ്ങ് പൊന്തി പോകുന്നില്ല. ഈ ക്ലൗഡ്സ് ആ കറക്റ്റ് ആ ഒരു പാളിയിൽ ഇങ്ങനെ ഇങ്ങനെ അധീനപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. എന്തോരം ചിന്തിക്കുന്നവർക്ക് എന്തോരം ദൃഷ്ടാന്തങ്ങളാണ് അതിലൊക്കെ എന്നറിയാം. അള്ളാഹിനെ കണ്ടെത്തുന്ന ഓരോരോ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ. വസ്സമാഇ വൽ അർദ് ആകാശങ്ങൾക്കിടയിൽ അധീനപ്പെടുത്തപ്പെട്ട ആ ഒരു ക്ലൗഡിലും.
ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ആയത്തുകളുണ്ട്. ഇതിന്റെ അർത്ഥം വാക്കർത്ഥം കഴിഞ്ഞല്ലോ അല്ലെ. അതായത് ഈ ആദ്യത്തെ ആയത്ത് എന്താ പറഞ്ഞ, ഇലാഹുക്കും ഇലാഹു വാഹിദിലെ, നിങ്ങൾ അള്ളാഹു നിങ്ങളുടെ ഏകനായ ദൈവമാകുന്നു, റഹ്മാൻ റഹീമാൻ കരുണാവാരിധിയാണ്. ഇത് ഈ ആയത്തില് ദിനരാത്ര ഭേദമന്യേ തന്റെ കൺമുന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമാകുന്ന യന്ത്രശാലയെ കേവലം മൃഗത്തെ പോലെ നോക്കിക്കാണാതെ ബുദ്ധി ഉപയോഗിച്ച് അതിന്റെ ഘടനയെക്കുറിച്ച് ചിന്തിക്കുകയും ദുശ്ശാഠ്യത്തിൽ നിന്നും പക്ഷപാതത്തിൽ നിന്നും സ്വതന്ത്രമായി അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന പക്ഷം ഈ മഹൽ പ്രപഞ്ചം സർവശക്തനും അഗാധജ്ഞനുമായ ഒരു കർത്താവിന്റെ ആജ്ഞക്ക് വിധേയമാണെന്നും സകലവിധ അധികാരങ്ങളും അവന്റെ മാത്രം പിടിയിലാണെന്നും മറ്റാരുടെയും കൈകടത്തലിനും പങ്കാളിത്തത്തിനും ഇതിൽ തീരെ പഴുതില്ലെന്നും മനസ്സിലാക്കാം. അതിനാൽ ആ ഏക സൃഷ്ടാവാണ് സർവ്വലോകത്തിന്റെയും ദൈവമെന്നും ദിവ്യത്വത്തിൽ പങ്കുവഹിക്കത്തക്ക ഒരുവിധ അധികാരങ്ങളും മറ്റാർക്കും തീരെ ഇല്ലെന്നുമുള്ള നിഗമനത്തിൽ മനുഷ്യർ എത്തിച്ചേരുന്നതാണ്. അപ്പൊ അതായത് ഇത്രയും പ്രതിഭാസങ്ങളിലൂടെ അള്ളാഹ് പറയുന്നത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക്, ചിന്തിക്കുന്ന ജനം എന്ന് പറയുന്നത് ആ ചിന്തയെ ഒരിക്കലും പക്ഷപാതിത്വം പാടില്ല, പാർഷ്യാലിറ്റി എന്ന് പറയില്ല. നമ്മൾ ഒരു ഭാഗത്തേക്ക് തൂങ്ങിയിട്ട് എന്ത് വന്നാലും ദൈവമില്ല എന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ഒരാൾക്ക് ദൈവത്തെ കണ്ടെത്താനേ പറ്റില്ല. അതായത് അയാൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു, ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ട് ഒരു ഇതിന്റെ കൂടെ നിന്നുകൊണ്ട്, പക്ഷപാതിത്വം എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു പക്ഷത്തേക്ക് മാത്രം ചാഞ്ഞുകൊണ്ട് ചിന്തിക്കുക, അങ്ങനെയല്ല. പിന്നെ ദുശാഠ്യം ചില ആൾക്കാർക്ക് ഉണ്ടാവും, ഇനി എന്തെന്നെ ഞാൻ ചിന്തിച്ച് കണ്ടെത്തിയാലും അത് ഞാൻ ഈ വിശ്വാസം വിടാൻ പോകുന്നില്ല എന്നുള്ള ദുശാഠ്യമുള്ളവരുണ്ടാവും. ഉള്ളവരുടെ ചിന്ത അല്ല ഇവിടെ പറയുന്നത്. സ്വതന്ത്രമായി അള്ള തന്ന ബുദ്ധിയെ അതിന്റെ ആഴത്തിലേക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. വേറെ എല്ലാ പുറമെ ഭൗതികമായിട്ടുള്ള എല്ലാ ഇതൊന്നും ഒഴിവാക്കിയിട്ട് ആ ചിന്തയിൽ ഇങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ശരിക്കും ഈ പ്രതിഭാസങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാല് അവിടെ ഒരു ദൈവം, ആ ഒറ്റ ശക്തിന്റെ ഉള്ളില് ഈ സാധനങ്ങൾ മൊത്തം നിന്നാലേ ഇത് ഇത്രയും കൺട്രോൾഡും ഇത്രയും ഓർഗനൈസ്ഡും ആയിട്ട് നടക്കുള്ളൂ എന്നുള്ളത് ഒറ്റ ശക്തിയിലാണ് അതിന്റെ ഉത്തരമെത്തുക. ഒരാൾ, ഒരുവൻ, ഒരു ശക്തി, ഒരു പ്രപഞ്ച സൃഷ്ടാവ് എന്നുള്ളതിലേക്ക്, ഇലാഹു വാഹിദ് എന്നുള്ളതില് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിലേക്ക് എത്തിച്ചേരും എന്നാ പറയുന്നത്. അത് ചിന്ത അത്തരത്തിലുള്ള ചിന്തയായിരിക്കണം. അപ്പൊ മനസ്സിലാവും ഈ ഒരു പ്രപഞ്ചത്തിന് വേറൊരു അധികാരി ഇല്ല. രണ്ട് അധികാരികളായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? മഴ ഇപ്പൊ പെയ്യിക്കണോ നാളെ പെയ്യിക്കണോ എന്നുള്ള രണ്ടുപേരും തമ്മിൽ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ മഴ പെയ്താലാണ് ഭൂമിയിൽ വെള്ളം വരിക. അതൊക്കെ കണക്റ്റഡ് ആണ്. ഇപ്പൊ കാറ്റ് അങ്ങോട്ട് പോയി അവിടെ മഴ പെയ്യണം, എവിടെയൊക്കെ മഴ പെയ്യാതിരിക്കണം, അത് വേറൊരു ശക്തി അവിടെ വരുമ്പോ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാം ഇങ്ങനെ ഒരാളുടെ തലയിൽ നിന്ന്, ഒരു ശക്തിയിൽ നിന്ന് വരുമ്പോഴാണ് അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ ചലിക്കുകയുള്ളൂ. അത് അങ്ങനെയാണ് അതിന്റെ ഒരു ഉത്തരം കിട്ടുക. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള. ആദ്യത്തെ പ്രതിഭാസം ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നാണ്. അതിനു മുന്നേ ഈ ആയത്ത് പറഞ്ഞല്ലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ല വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് പറഞ്ഞിടത്തില് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ജൂതന്മാരുടെ ആ ഒരു കഥ അവസാനിച്ചിട്ട് മറ്റേ മധ്യമ സമുദായമായ മുസ്ലിങ്ങളിലേക്ക് ഉത്തരവാദിത്തത്തിന്റെ ഒരു ഇത് വരുന്നതിന് മുന്നേ ആദ്യമായി അള്ളാഹ് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ഉത്തരവാദിത്തം അവരെ മുസ്ലിങ്ങളെ ഏൽപ്പിക്കുന്നതിൽ ഒരു പ്രഖ്യാപനമാകുന്നു. ഇതിന്റെ കഴിഞ്ഞ ആയത്തുകൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുക അത് ആ ഒരു കാലഘട്ടം അവിടെ കഴിഞ്ഞു. അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കഥ, അതായത് ആ ഒരു സംഭവവികാസങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മറ്റൊരു മധ്യമ സമുദായത്തിന്റെ അടിസ്ഥാന ആദർശങ്ങളും അവയുടെ താല്പര്യങ്ങളുമായി ഇനി വിധിവിലക്കുകളാണ് ഇനിയുള്ള സൂക്തങ്ങളിൽ ഉള്ളത് എന്നാണ് ഈ രണ്ട് സൂക്തങ്ങളിൽ പറയുന്നത്. ഇവിടെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് എന്താണ്? തൗഹീദാണ്. ഇസ്ലാമിന്റെ മൗലികമായ ആദർശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലെന്നാണ്. അതാണ് ദീനിന്റെ ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ, തഹ്ലീൽ എന്ന് പറയും നമ്മൾ. അല്ലാഹ് അല്ലാതെ ഇലാഹില്ല എന്നുള്ളതാണ്. അപ്പൊ ആ തൗഹീദ് എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. ദൈവം എന്ന അറബി ഈ ഇലാഹ് എന്നുള്ള വാക്ക് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇസ്ലാമിന്റെ ബേസിക് വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അതിലുള്ള ആ ഇലാഹ് എന്നുള്ള വാക്കുണ്ടല്ലോ, അതിന്റെ അർത്ഥ തലങ്ങള് ശരിക്കും നമുക്ക് അറിയണം. ഇലാഹി എന്ന വാക്ക് ശരിക്കും അർത്ഥം പറയണ ആരാധ്യൻ. ആ ആരാധ്യൻ എന്ന് മാത്രം പറഞ്ഞ ഒറ്റ വാക്കിൽ നിർത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത്ര ഡീപ്പ് ആവൂല. ഇലാഹ് എന്നുള്ളതിന്റെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം, ആരാധ്യൻ, അതായത് ആരാധനക്ക് അർഹനായവനെയാണ് നമ്മൾ ആരാധ്യൻ എന്ന് പറയല്ലേ. പക്ഷെ ആരാധ്യൻ എന്ന് മാത്രമല്ല, രക്ഷകൻ,
അപ്പൊ കുറെ അർത്ഥങ്ങൾ ഇലാഹ് ഇലാഹ് നമ്മളെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും നമ്മുടെ നിസ്കാരവും നമ്മളെ നോമ്പും ഇതൊക്കെ പാടെ അർപ്പിക്കാനുള്ള ഒരു ഒരു ശക്തി എന്ന് മാത്രമല്ല വിചാരിക്കേണ്ടത്. എന്റെ ഇലാഹ് അള്ളയാന്ന് പറയുന്നതോടുകൂടി നമുക്ക് മനസ്സിൽ വരണം ആരാധ്യൻ എന്നതിലുപരി രക്ഷകനാണ്, അധിപതിയാണ്, അനുസരിക്കപ്പെടുന്നവനാണ്, ആത്യന്തികമായ അവലംബമാണ്, യജമാനനാണ്. ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ വാക്കാണ് ഇലാഹ്. അപ്പൊ മനസ്സിലായില്ലേ? ഇലാഹ് എന്ന അപ്പൊ അള്ളാഹ്ക്ക് ഒരുപാട് നാമങ്ങൾ ഉണ്ടല്ലോ അല്ലെ? അള്ളാഹ് എന്നുള്ളത് ഒരു വാക്ക്, ഇലാഹ് ഈ അള്ളാഹ് എന്നുള്ള വാക്ക് വരുന്നതിന് ഇലാഹ് എന്നാണ്. പിന്നെ ബാക്കി 99 നാമങ്ങൾ. അപ്പൊ അതെന്താ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇലാഹ് എന്ന വാക്കിന് അൽ എന്നിട്ട് കഴിഞ്ഞാല് ഇതിലെ നിങ്ങളൊന്ന് സ്ലൈഡ് നോക്കുന്നവര് നോക്കൂ. അൽ 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 ഇലാഹ് അൽ എന്ന് പറയൂലേ സാർ, അൽ കിതാബ് എന്നൊക്കെ പറയുന്ന പോലെ അൽ ഇലാഹി എന്ന വാക്ക് അൽ ഇലാഹ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് സ്ലൈഡിൽ. അൽ ഇലാഹി എന്ന വാക്കാണ് സമം അള്ളാ എന്നാവുന്നത്, അള്ളാ എന്ന വാക്കായിട്ട് മാറുന്നത്. നോക്കൂ, അതെ അള്ളാ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അള്ളാ എന്ന് പറയുന്നത് അൽ ഇലാഹ് എന്നാണ്. ഈ അൽ എന്നുള്ള വാക്കിൽ അറബിക്കിൽ ഒരുപാട് പ്രസക്തി ഉണ്ട്. അൽ എന്ന് പറഞ്ഞാൽ ദ എന്നാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ THE ദ അല്ലെ. അത് ദ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്പെഷ്യൽ ബുക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക ബുക്കിനെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനത്തിനെയാണ് അൽ എന്ന് വെച്ച് നമ്മൾ പറയാം അറബിയിൽ, ദ എന്ന് പറയുന്ന പോലെ. അപ്പൊ ദ റബ്ബ് എന്ന് പറയുമ്പോ ആ ഒറ്റ റബ്ബേ അങ്ങനെ ഉള്ളൂ ഈ ലോകത്ത്. അപ്പൊ ആ അൽ ഇലാഹ്, ആ ഒരു സ്പെഷ്യൽ ഇലാഹായ റബ്ബ്, ഏകനായ റബ്ബ്, അൽ ഇലാഹ് എന്ന് പറയുന്നതിലാണ് അള്ളാ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാ എന്ന വാക്കിൽ തന്നെ ഒറ്റ ശക്തിയുള്ളൂ എന്നാണ്. അൽ ഇലാഹാണ് അള്ളാ. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ, ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ആരാധ്യനും രക്ഷകനും പ്രപഞ്ച നാഥനും ഒക്കെ ആയ ആ അൽ ഇലാഹാണ് അള്ളാ. ഇത് അള്ളാന്റെ പേരാണ് കേട്ടോ. അള്ളാ എന്ന് പറയുന്ന അള്ളാഹ്ക്കുള്ള നാമമാണ്. അള്ളാഹ് നമ്മൾ വിളിക്കേണ്ടത് അള്ളാ എന്ന രീതിയിലാണ്. പക്ഷെ ബാക്കിയുള്ള 99 നാങ്ങൾ അള്ളാന്റെ പേരല്ലേ നിങ്ങൾ ചോദിക്കും. പക്ഷെ അതൊക്കെ അള്ളാന്റെ സിഫത്തുകൾ വെച്ചുള്ള പേരുകളാണ്. അള്ളാഹ് അൽ അലീമാണ്, റഹ്മാൻ റഹീമാണ്, അൽ വസീർ ആണ് അല്ലെ. അതൊക്കെ പറയുന്ന അള്ളാന്റെ ഗുണങ്ങളാണ്. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, കരുണാവാരി, ഇതൊക്കെ ഓരോ അള്ളാന്റെ ക്വാളിറ്റീസ് ആണ്. ആ ക്വാളിറ്റീസിൽ വെച്ചുകൊണ്ടുള്ള പേരാണ് റഹ്മാൻ റഹീം, ഇതൊക്കെ ബാക്കിയെല്ലാം. പക്ഷെ അള്ളാഹ് എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ നിന്ന് വരുന്ന പേരല്ല. അള്ളയാണ്, അള്ളാന്റെ പേര് അതാണ്. ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ അൽ ഇലാഹി എന്ന വാക്കാണ് ഇലാഹി എന്ന് പറഞ്ഞ. അപ്പൊ അൽ ഇലാഹ് ഇത് പറയുന്നത് ഇവിടെ ഇബ്രാഹിമി പാരമ്പര്യങ്ങളിൽ ഏറ്റവും പ്രധാനം മഹത്തരവും അത്രേ തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദ് ഇബ്രാഹിം നബിയാണ്. നമ്മളിപ്പോ ഈ കഥ മൊത്തം, ഇസ്രായേലിന്റെ കഥ മൊത്തം തുടങ്ങിയതിൽ ഏറ്റവും ചെന്ന് അവസാനിക്കുന്ന ഇബ്രാഹിം നബി മുതലാണ് അല്ലെ. ഇബ്രാഹിം നബി കഅബ പണിത്, ഇസ്മായിൽ നബി എല്ലാം കൂടി. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ദുആക്ക് ഉണ്ട്. അതിനുശേഷമാണ് ഇസ്ഹാക്ക് മകനായ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാക്ക് നബിയിൽ നിന്നുണ്ടായ, യാക്കൂബ് നബിയിൽ നിന്നുണ്ടായ, യൂസുഫ് നബിയിൽ നിന്നിന്റെ സഹോദരങ്ങളും മറ്റുമാണ്. പിന്നെ ബനു ഇസ്രായേൽ, യാക്കൂബ് നബിനെ പറയപ്പെടുന്ന പേരെന്താണ്? ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകനാണ് യാക്കൂബ് നബി. അപ്പൊ യാക്കൂബ് നബിയുടെ സന്തതികൾ ബനു ഇസ്രായേൽ, ബനു എന്ന് പറഞ്ഞ മക്കൾ. ആ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ സന്തതികൾ മൊത്തത്തിന് അങ്ങനെ അങ്ങ് പറയുന്നതാണ് ബനു ഇസ്രായേൽ എന്നുള്ളത്. അപ്പൊ ഇവരൊക്കെ ഉണ്ടായത് ഇബ്രാഹിം നബിയുടെ ആ തവഴിയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ മറ്റേ മകനാണ് ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിന്ന് ഒരുപാട് മക്കൾ ഉണ്ടായിന്റെ അവസാനം വന്ന ആരാണ്? പിന്നെ മക്കയിൽ ജീവിക്കുന്ന ഖുറൈശികള്, ആ ഒരു വംശം മൊത്തം ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട പരമ്പരയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഈ ശരിക്കും ഇബ്രാഹിം നബിയുടെ ആദർശം എന്ന് പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്. തൗഹീദാണ്. പക്ഷെ ആ തൗഹീദിൽ നിന്ന് ഈ പ്രവാചകന്മാരുടെ മക്കൾ ബനൂ ഇസ്രായേലരായപ്പോ ഇവര് തൗഹീദിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു. എങ്ങനെ വ്യതിചലിച്ചു എന്ന് വെച്ചാല്, ഈ ഇസ്ഹാക്ക് സന്തതികളായ ഈ ജൂതന്മാർ, ഞാനിപ്പോ മുന്നേ പറഞ്ഞ കഥകളൊക്കെ അവർ വ്യതിചലിച്ച എങ്ങനെയാണ്? പ്രതിമകളെയും മറ്റ് ദൈവങ്ങളെയും ആക്കിയിട്ടല്ല, അവര് തന്നെ സ്വയം ദൈവങ്ങളായിട്ട് അമഞ്ഞുകൊണ്ട് അള്ളാന്റെ നിയമങ്ങളെ മാറ്റിമറിച്ച് ഞങ്ങളാണ് സമൂഹത്തിലെ ഭയങ്കര അള്ളാനെ ആരാധിക്കുക, നിങ്ങൾ അള്ളാന്റെ എന്നതിലപ്പുറം അവരെ തന്നെ ദൈവങ്ങളായിട്ടും അവര് പുരോഹിതന്മാരായിട്ടും വെച്ചുകൊണ്ടുള്ള ഒരു തരം ഇതാണ് അവര് ചെയ്തത്. എന്നാൽ ഇസ്മായിൽ സന്തതികളായ ഖുറൈശികളൊക്കെ ആയ അവരെന്താ ചെയ്തത്? അള്ളാഹ്ക്ക് പങ്കാളികളെ വെക്കാണ്. അതായത് കഅബയിലൊക്കെ 300 ചില്ലാൻ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ ഖുറൈശികൾ അവരുടെ ഒരു ഇത് വെച്ച് ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒരു ഇത് അവർക്കുണ്ട്, ഇസ്മായിൽ സന്തതികൾക്ക്. അങ്ങനെ രണ്ടു കൂട്ടരും ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹ് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല്, ഇനിയിപ്പോ മധ്യമ സമുദായത്തെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്.
മുസ്ലിങ്ങളായ മധ്യമ സമുദായത്തെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ആദ്യം പറഞ്ഞു തരാണ് ഇലാഹായ റബ്ബ് ഏകനാണ് കേട്ടോ. ഇവര് ചെയ്ത പോലെ അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് അവരൊക്കെ ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ വള്ളം കലർത്തി അതെല്ലാം ആകെ ഡൈല്യൂട്ട് ആയി പോയതാണ്. ഇനി നിങ്ങൾ അലാ ഇലാഹ ഇല്ലല്ലാ, ആ ആദർശം വീണ്ടും പഠിപ്പിക്കണം. ഇതാണ് ബേസിക്കലി ഇബ്രാഹിം പിതാവിന്റെ ആദർശം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കാണ് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത്. ആദ്യം അത് പരിചയപ്പെടുത്തുക, ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി എന്തുകൊണ്ട് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹ് വീണ്ടും എടുത്ത് പറഞ്ഞു എന്നുള്ളത്. ഇനി പിന്നെ ഇവിടെ എന്തുകൊണ്ട് റഹ്മാനുർ റഹീം എന്ന് പ്രത്യേകം അള്ളാന്റെ ആ രണ്ട് ഗുണങ്ങൾ മാത്രം അള്ളാഹുവിന് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ ഏകത്വ പ്രഖ്യാപനത്തോടെ അള്ളാഹു ഏകനാന്ന് പറഞ്ഞിട്ട് രണ്ട് ഗുണങ്ങൾ, അതായത് ഒന്ന് പരമകാരുണികൻ, ഒന്ന് കരുണാവാരിധി. ഇതിലെന്താ വ്യത്യാസം? കരുണാകാരിധി, റഹ്മാൻ എന്ന് പറഞ്ഞ പരമകാരുണികൻ എന്നർത്ഥം, റഹീം എന്ന് പറഞ്ഞ കരുണാവാരിധി. റഹ്മാൻ എന്ന് പറയുന്നത് പരമ എന്ന് പറയുന്നത് എല്ലാ ജീവികളോടുള്ള കാരുണ്യം. ഈ ലോകത്ത് ഓരോ ജീവിയും അള്ളാന്റെ ശ്വാസം എടുത്തിട്ട് കൊടുത്തിട്ടുള്ള ഓക്സിജൻ ശ്വസിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും തിന്നിട്ടുമാണ് ഇവിടെ ജീവിക്കുന്നത്. ഏത് നിഷേധി അടക്കം, അള്ളാഹിനെ നിഷേധിക്കുന്ന എയ്ത്തിസ്റ്റ് അടക്കം ആ ഒരു അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. അതാണ് അർറഹ്മാനായ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. അതാണ് അർറഹ്മാൻ. എന്നാൽ അർറഹീം എന്ന് പറയുന്ന അള്ളാന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് മാത്രം കൊടുക്കുന്ന കാരുണ്യത്തിനെയാണ് അർറഹീം എന്ന് ഉപയോഗിക്കാറ്. പൊതുവെ ആ രണ്ടർത്ഥത്തിലുള്ള വ്യത്യാസം അതാണ്. അപ്പൊ ഈ അള്ളാഹു ഇവിടെ എന്തുകൊണ്ട് അള്ളാന്റെ ഈ ഒരു ഗുണങ്ങളെ എടുത്ത് പറയാൻ കാരണം, അള്ളാഹ് ഏകനാണ് എന്ന് മാത്രം പറഞ്ഞാല് അള്ളാഹ് ഒരു ഗുണവും ഇല്ലാത്തവനാണ്, വികാരമൊന്നും ഇല്ലാത്തവനാണ് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അതായത് ഈ അള്ളാഹ്ക്ക് പങ്കാളികളൊക്കെ കൽപ്പിച്ചവരോടാണ് ഈ പറയുന്നത് കേട്ടോ. അവരോടും കൂടിയാണ് ഇതിൽ അതായത് ഇവരുടെ പ്രതിമകളൊക്കെ യാതൊരു വികാരവും ഇല്ലാത്ത സാധനങ്ങളാ. ഇവരാരാധിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണത്? വെറും ഒരു കല്ലാണ്. വികാരമോ വിചാരമോ ഗുണങ്ങളോ ഒന്നും ഇല്ലാത്ത കുറെ സാധനങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇവര് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അള്ളാഹ് ഏകനാണ്, അതോടൊപ്പം ആ അള്ളാഹ് വികാരങ്ങൾ, അതായത് മനുഷ്യനോടുള്ള കാരുണ്യം ഗുണങ്ങളുള്ളവനാണ് അള്ളാഹ്. സൃഷ്ടികളോടുള്ള സകല ബന്ധത്തിനും അതീതനാണ് എന്നർത്ഥമില്ല. ആ ഒരു റബ്ബ് സൽഗുണനാണ്, സൃഷ്ടികളോട് ബന്ധമുള്ളവനാണ്. ദൈവം അതായത് ഇവര് പറഞ്ഞിരുന്ന ഇവരുടെ പിന്നെ ഈ പ്രതിമകൾ എന്ന് പറയുന്നത് മനുഷ്യനോടൊരു ബന്ധമില്ല. അപ്പൊ മനുഷ്യൻ അതിന്റെ മുന്നിൽ വന്ന് കരഞ്ഞ് സുജൂദ് ചെയ്താലും അത് അങ്ങനെ മേലോട്ട് നോക്കി ഒരു പ്രതിമയായി നിൽക്കും എന്നല്ലാതെ ഒരു വികാരവും ഇല്ലാത്തൊരു സാധനമാണ്. അപ്പൊ അങ്ങനെയല്ല നിങ്ങളുടെ റബ്ബായ റബ്ബ്. പ്രാപഞ്ചിക കാര്യങ്ങളുമായി അതായത് എല്ലാം ദൈവം പിന്നെ ഇവരുടെ ഒരു ജൽപ്പനങ്ങളെ നെഗേറ്റ് ചെയ്യാണ് ഇത് കേട്ടോ. ദൈവം ഒരു വികാരങ്ങളും ഇല്ലാത്തൊരു ശക്തി മാത്രമാണെന്ന് സൃഷ്ടികളുടെ പരിപാലനത്തിന് മറ്റു ശക്തികളെ സങ്കല്പിക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ഇതിനെ ഇതാക്കി പറയാണ്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണെന്നുള്ളത്. അത്തരം ബാഹ്യശക്തികളെ കണ്ടെത്താതെ ശക്തികളിൽ തന്നെ കൽപ്പിക്കും. അവരുടെ വിശുദ്ധ ഗുണം ദൈവത്തിന്റെ ഏകദത്വം പ്രഖ്യാപനം അവന്റെ ഗുണങ്ങളും സൃഷ്ടികളുമായുള്ള അവന്റെ ബന്ധത്തെയും പരാമർശിക്കുന്നതാണ്. ഏകദൈവത്വത്തെ ഏറ്റവും ശക്തിയായി ഊന്നി പറയുന്ന അധ്യായമാണ് ഖുറാനിലെ 1/1 വിശേഷിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അള്ളാഹിന്റെ തൗഹീദിനെ സൂറത്തുൽ ഇഖ്ലാസിനെ ഖുറാന്റെ 1/1 എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് സൂറത്തുൽ ഇഖ്ലാസിൽ ആകെ പറയുന്ന സബ്ജക്ട്, അതിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് തൗഹീദാണ്. അള്ളാഹു എന്തായിരുന്നു? ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദാണ്, അള്ളാഹ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അള്ളാഹ് ഏകനാണ്, അള്ളാഹ് ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അള്ളാഹ്ക്ക് മക്കളും ഒന്നും ഇല്ല എന്നർത്ഥം, ഏകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുറാന്റെ 1/1 എന്നാണ് സൂറത്തുൽ ഇഖ്ലാസിനെ പറയുന്നത്. അള്ളാഹു എല്ലാം അടക്കി ഭരിക്കുന്നവൻ, അഥവാ ആരുടെയും ആശ്രയമില്ലാത്തവനും വേണ്ടാത്തവനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണെന്നാണ് അള്ളാഹു സമദ് എന്നതിന്റെ അർത്ഥം. അവനല്ലാത്തതെല്ലാം അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നതും അവനിലേക്ക് മടങ്ങുന്നതുമാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പ്രഥമവും പ്രധാനവുമായ റഹ്മാൻ, റഹീം എന്നിവയാണ്. ഈ രണ്ട് പദങ്ങളുടെ അർത്ഥം നേരത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ അതായത് റഹ്മാൻ റഹീം എന്നുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ വരുന്നുണ്ട്. ഒരുപാട് അവിടെ ഓൾറെഡി വിശദീകരിച്ചാണ് അവിടെ തഫ്സീർ പറയുന്നത്. ഏകനായ ദൈവം അവന്റെ കൃപയാൽ നിങ്ങൾക്ക് ജന്മം നൽകി, അവന്റെ ദയയാൽ നിങ്ങളെ പരിപാലിച്ചു, സംരക്ഷിച്ചു, അവന്റെ അനുഗ്രഹങ്ങളാൽ നിങ്ങൾക്ക് അതായത് ഇതൊക്കെ അള്ളാഹിന്റെ കാരുണ്യം എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചതന്നെ അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ പുറത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്ന അള്ളാഹിന്റെ കാരുണ്യാണ്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും റിസ്കൊക്കെ നൽകിയിട്ട് ഇങ്ങനെ അവരെങ്ങനെ കൊണ്ട് ജീവിപ്പിക്കുക എന്നുള്ളതിന് അവർക്ക് ഒരു അജല് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഒരു അവധി.
ആ അവധി വരെ അവർക്ക് എല്ലാ റിസ്കുകളും നൽകി ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. അവന്റെ കൃപയാൽ നിങ്ങൾക്ക് ജന്മം നൽകി, അവന്റെ ദയയാൽ നിങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ചു, അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സന്മാർഗദർശനം അരുളി, നിങ്ങളോടുള്ള കാരുണ്യത്താൽ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ പരിശോധിക്കാനും ഉചിതമായ പ്രതിഫലം നൽകാനും അവൻ ഒരു സന്ദർഭം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾ അവന്റെ സന്മാർഗദർശനം അനുസരിച്ച് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സകല വിധ ആശകളും പ്രതീക്ഷകളും അവനിൽ മാത്രം അർപ്പിക്കുക. പിന്നെ ഇതില് അള്ളാന്റെ റഹ്മാൻ റഹീം എന്നുള്ള കാരണം പ്രത്യേകം എടുത്ത് പറയാൻ മറ്റൊരു കാരണം, ഈ ബഹുദൈവാരാധകരുണ്ടല്ലോ, മറ്റു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആളുകൾ ദൈവത്തിന്റെ മുഖ്യ ഗുണങ്ങളായി സങ്കല്പിച്ചിരുന്നത് രൗദ്രതയും ഭീകരതയുമായിരുന്നു. പല വിഗ്രഹങ്ങളുടെയും രൂപം തന്നെ ഭീകരമായിരിക്കും. ഭൗതിക ലോകത്തെ വീരശൂര പരാക്രമികളായ ചക്രവർത്തിമാരെ പോലെയാണ് അവർ ദൈവങ്ങളെ സങ്കല്പിച്ചിരുന്നത്. ഓരോ ദൈവവും അവനവന്റെ സാമ്രാജ്യത്തിൽ സമഗ്രാധിപതിയും സ്വേച്ഛാധിപതിയുമായി വാഴുന്നു. ദുർമൂർത്തികളും പുണ്യാത്മാക്കളും പുരോഹിതന്മാരും ഒക്കെയാണ് ദൈവത്തിന്റെ പാർശ്വവർത്തികൾ. അവരുടെ മാധ്യസ്ഥത്തിലൂടെ അല്ലാതെ സാധാരണ മനുഷ്യർക്ക് ദൈവവുമായി ബന്ധപ്പെടാനോ അവനോട് വല്ല അതും ആവശ്യപ്പെടാനോ സാധിക്കുകയില്ല. ഈ അബദ്ധ സങ്കല്പത്തിന് നിഷേധമാണ് പ്രകൃത സൂക്തത്തിലെ റഹ്മാനുർ റഹീം പരാമർശത്തിന് ദ്വിതീയ ധ്വനി എന്ന് പറയുന്നത്. അതായത് ഇവിടെ അള്ളാഹ് വീണ്ടും അള്ളാഹിനെ റഹ്മാനുർ റഹീമായി പരിചയപ്പെടുത്താനുള്ള കാരണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വിഗ്രഹങ്ങളുടെ മുഖഭാവം? പലപ്പോഴും വിഗ്രഹങ്ങളുടെ മുഖഭാവങ്ങൾ ഇങ്ങനെ കണ്ണൊക്കെ തുറച്ച് ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അതായത് ഇവര് ദൈവങ്ങളെ കണ്ടിരുന്നത് ഒരു ഭീകരരും രൗദ്രതയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വീരശൂര പരാക്രമികളായിട്ടാണ്. അതായത് ഈ വീരശൂര പരാക്രമികളായ രാജാക്കന്മാരൊക്കെയാണ് ഇവര് ദൈവങ്ങളെ പോലെ, ദൈവങ്ങളെ ആ ഒരു രീതിയിലാണ് ഇവര് ഉണ്ടാക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പരാക്രമികളെ ഈ സാധാരണ ജനങ്ങൾക്ക് ഈ വീരശൂര പരാക്രമികളുടെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു മധ്യവർത്തികളുടെ ആവശ്യമുണ്ടായിരുന്നു. പൊതുവെയുള്ള ധാരണയാണ് ഈ പറയണത് കേട്ടോ. അപ്പൊ ഈ പുരോഹിതന്മാരും പുണ്യാത്മാക്കളെയൊക്കെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാലേ വീരശൂര പരാക്രമിയായ രാജാവിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു സമൂഹത്തിന്റെ ഒരു സിസ്റ്റങ്ങൾ നോക്കി നോക്കൂ. ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥ, ഇവർക്കൊക്കെ വിധേയപ്പെട്ട് ജീവിച്ചാലാണ് ദൈവത്തിലേക്ക്, ദൈവമാണെങ്കിൽ ഒരു പരാക്രമിയായ ശൂരനായ ഒരാള് സ്വച്ഛാധിപതിയായി വാഴുക. അപ്പൊ അങ്ങനെയുള്ള ഒരു മിഡിൽ ആൾക്കാര് കേണരുളിയാൽ മാത്രമേ, അവരുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അള്ളാഹ് ഇവിടെ പരിചയപ്പെടുത്താണ്, ഈ ഏകനായ അള്ളാഹ് റഹ്മാനാണ് റഹീമാണ്. നിങ്ങൾ അതിന് മധ്യത്തിൽ ആരെയും വേണ്ട, ആരെയും പ്രതിപ്പെടുത്തണ്ട. കാരുണ്യവാനായ റബ്ബ് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉചിതമായ ഇത് നൽകും. അത് നേരിട്ട് വിളിക്കാം എന്നൊക്കെ തരത്തിൽ ആ റഹ്മാനായ റബ്ബാണെന്ന് പരിചയപ്പെടുത്തുന്നതിന്റെ മറ്റൊരു വിശദീകരണമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ ദൈവം കൃപാനിധിയാണ്, പരമദയാലുവാണ്, ക്രുദ്ധനും രൗദ്രനുമല്ല. നിങ്ങളിൽ ആർക്കും അവനെ നേരിട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആശകളും പ്രതീക്ഷകളും സങ്കടങ്ങളും അവന്റെ മുന്നിൽ സമർപ്പിക്കാം. അതിന് മധ്യവർത്തികളെയോ പുരോഹിതന്മാരെയോ തേടിപ്പോകേണ്ടതില്ല. അവനല്ലാത്ത എല്ലാവരും നിങ്ങളെപ്പോലെ സൃഷ്ടികൾ മാത്രമാകുന്നു. തന്റെ എല്ലാ സൃഷ്ടികളോടും കൃപയും കാരുണ്യവും ഉള്ളവനാണ് ഈ റബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് റഹ്മാനുർ റഹീം അള്ളാഹ് ഇവിടെ പറഞ്ഞതിന്റെ യുക്തി? അതുപോലെ ഞാൻ അടുത്ത ആയത്തിന്റെ വിശദീകരണം കുറച്ചധികം ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അള്ളാഹ്. കുറച്ച് വലിയ ആയത്താണ്, ഇതുവരെ നിർത്തുകയാണ്. ഈ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു റഹ്മാനുർ റഹീം എന്നുള്ള സിഫത്ത് ഇവിടെ ഉപയോഗിച്ചതിന്റെ യുക്തി എന്താന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് വീണ്ടും അള്ളാഹ് ഇവിടെ പരിചയപ്പെടുത്താൻ കാരണം, ഈ ഇതിനു മുന്നേയുള്ള സമൂഹം മൊത്തം അള്ളാഹിലും ഇതിലൊക്കെ കലർത്തി, അള്ളാഹിന്റെ ഏകത്വത്തെ അതില് വെള്ളം കലർത്തി അതാകെ ദ്രവിച്ചു പോയതുകൊണ്ട് ഇനി മധ്യ സമുദായ മുസ്ലിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹ്, നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട അള്ളാഹ് ഇലാഹു വാഹിദാണ്. ഇബ്രാഹിം നബിയുടെ ആദർശവും ഇത് തന്നെയായിരുന്നു. ഇലാഹു വാഹിദായ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു, ലാ ഇലാഹ ഇല്ലാ ഹുവ. അപ്പൊ ആ റബ്ബാണെങ്കിൽ ഇവർ വിചാരിക്കുന്ന പോലെ പുരോഹിതന്മാരുടെയും ഇതൊന്നും ആവശ്യമില്ലാത്ത സ്വന്തം അടിമകളോട് കാരുണ്യവാനായ പരമകാരുണികനായ കരുണാവാരിധിയായവനാണ് ഈ പരിചയപ്പെടുത്തിയ ഏകനായ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനിയുള്ള ആയത്തുകൾ തുടങ്ങുന്നത് തന്നെ. മനസ്സിലായില്ല? അപ്പൊ ഇത്രയാണ് ഇതിലുള്ളത്. അടുത്ത ക്ലാസ്സിലേക്ക് ഇത് വലിയൊരു ആയത്തില് അപ്പൊ ഇതില് അടുത്ത ആയത്തിൽ നോക്കൂ, കുറച്ചധികം ഒരു വിശദീകരണം ഇതിലുണ്ട്. ഖൽഖുസ് സമാവാത്ത് വൽ അർള് എന്താണെന്നുള്ളത്, ഇഖ്തിലാഫുൽ ലൈലി നഹാർ എന്താണ്, അതിലുള്ള ഓരോ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു
അള്ളഹാനോട് കൂടുതൽ നമുക്ക് ഒരു അഖീദ, അതായത് അള്ളാഹ് ആരാന്ന് ശരിക്കും അറിയണമെങ്കിൽ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിച്ച് മുസ്ലിങ്ങളായ നമ്മളും ശരിക്കും ആലോചിക്കണം. അള്ളാഹിനെ നമുക്കറിയാം, അള്ളാഹ് ഏകനാണെന്ന് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അംഗീകരിച്ചതുമാണ്. പക്ഷെ ആ ഒരു അള്ളാഹ് ആരാണെന്ന് ശരിക്കും നമുക്ക് ആ ഒരു ഭയവും അള്ളാഹിനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ വരണമെങ്കിൽ അള്ളാഹിന്റെ കഴിവ് നമ്മളെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ മുഴച്ചു നിൽക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വളരെ ചെറുതാണെന്നും അള്ളാഹ് എല്ലാം പരിഹരിക്കാൻ കഴിവുള്ളവനാണ്, ഈ പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുന്ന അള്ളാഹ്ക്ക് എന്റെ ഒരു ചെറിയ വിഷയം ഒരു തെല്ലും ഒരു ഇതല്ല എന്നുള്ളത് കാരണം നമുക്ക് അള്ളാഹിന്റെ കഴിവുകൾ നമ്മുടെ മനസ്സിൽ ഉറക്കണം. അപ്പൊ ഇത്തരം പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ ശരിക്കും ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ, അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.